ഇപ്പോൾ തിരുവനന്തപുരം വെമ്പായം അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടത്തിൽ കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്തു. പാർക്കിന്റെ പ്രവർത്തനവും നിർത്തിവെപ്പിച്ചു. RB സനൂപ് നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. സനൂപ്, അതിദാരുണമായൊരു സംഭവം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ഈ പാർക്കിന്റെ ലൈസൻസ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ? ലൈസൻസോടെ തന്നെയായിരുന്നു പാർക്ക് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട അവരുടെ നില അതെങ്ങനെയുണ്ട്? ആരതി, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12:15 അപകടമുണ്ടാകുന്നത്. തിരുവനന്തപുരം വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലായിരുന്നു അപകടം. ഈ പിന്നിലായി കാണുന്ന ഈ റൈഡിലായിരുന്നു അപകടം ഉണ്ടായത്. ഈ റൈഡിൽ ആ സമയത്ത് 14 പേർ, കുട്ടികളടക്കം 14 പേർ ഉണ്ടായിരുന്നു. അവർ ഈ റൈഡിൽ കറങ്ങുന്നതിനിടെ ഈ റൈഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് വീഴുകയായിരുന്നു. അതിൽ 5 പേർക്ക് പരിക്കേറ്റു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ, നമുക്ക് നേരത്തെ ഈ അപകടം നടന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഈ റൈഡിൻ്റെ സമീപത്തായിട്ട് കുട്ടികളടക്കം നിരവധി പേരുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് തന്നെ ഈ റൈഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് ഈ കറങ്ങിക്കൊണ്ടിരുന്നതിൻ്റെ അവസാന നിമിഷമാണ് ഈ റൈഡ് ചരിയുന്നതും അത് കറങ്ങുന്നതും. അങ്ങനെ ചരിഞ്ഞ് വീഴുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്ത് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയും അതുപോലെ വെഞ്ഞാറമൂട് SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. വെഞ്ഞാറമൂട് പോലീസ് നേരത്തെ സ്വമേധയാ ഈ അപകടത്തിൽ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഇവിടെ എത്തി പരിശോധിച്ച് മടങ്ങിയിരുന്നു. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ട്. പോലീസ് പരിശോധനയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ചോദിക്കുക എന്തായിരുന്നു അപകടം എന്നുള്ളത്. വിങ്ങുകൾ ഇത് പരിശോധിച്ച് ഇനി അതിൻ്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ തരേണ്ടതുണ്ട്. മെക്കാനിക്കൽ വിങ് ഉണ്ട്, ഇലക്ട്രിക്കൽ വിങ് ഉണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട്, പഞ്ചായത്തുണ്ട്. അവിടെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു നിഗമനം പറയാൻ കഴിയുള്ളൂ. ഈ 2024 ലൈസൻസ് പുതുക്കിയത് സുരക്ഷാ പരിശോധനകളൊന്നും കാര്യമായി പരിശോധിക്കാതെ ആയിരുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ സാറിൻ്റെ അന്വേഷണത്തിൽ? റെക്കോർഡുകൾ പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയുള്ളൂ. നമുക്ക് പ്രാഥമികമായത് ഒരു പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. കൂടുതലായിട്ട് പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയൂ. ഇതിലെ അടച്ചുപൂട്ടാനുള്ള എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്? അങ്ങനെ എല്ലാ റെക്കോർഡുകളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കും. ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തൽക്കാലം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വപമ്പ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പഞ്ചായത്ത് തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്നാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ലൈസൻസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. 2024 ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഇതിന്റെ സുരക്ഷാ പരിശോധനകൾ കാര്യമായിട്ട് നടത്തിയില്ല. അതിനുശേഷമാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെന്നൊക്കെയുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ റൈഡിന്റെ നിർമ്മാണം തന്നെ നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം പാകപ്പിഴവ് അതിലുണ്ടായിട്ടുണ്ട്. വളരെ ഇത്രയും ഭാരമുള്ള ഒരു റൈഡ് സ്ഥാപിച്ചിരിക്കുന്നത് ചെറിയൊരു ബേസ്മെന്റിലാണ്. ആ ബേസ്മെന്റ് തന്നെ നിൽക്കുന്നത് 4 വശത്തായിട്ട് 2 ആംഗ്ലറിന്റെ ബലത്തിൽ മാത്രമാണ്. അപ്പോൾ കാണുന്നത് പോലെ ഇത് ചരിഞ്ഞപ്പോൾ തന്നെ മൊത്തത്തിൽ ഈ പറയുന്ന ഇതിന്റെ വെൽഡിംഗ് എല്ലാം തന്നെ ഇളകി അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ ഇതിന്റെ നിർമ്മാണത്തിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന റൈഡാണ്. ഈ പറയുന്ന പോലെ കാര്യമായിട്ടുള്ള പരിശോധന ഉണ്ടായില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ വെൽഡ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ അപകടത്തിൽ ഇത് ചരിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെയും അപകടങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നാട്ടുകാരൊക്കെ തന്നെ ആരോപിക്കുന്നുണ്ട്. 2 മാസം മുമ്പ് ഒരു കുട്ടി ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സുരക്ഷാ വീഴ്ചയിലടക്കം കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നൊരാവശ്യം ഈ സ്ഥലം സന്ദർശിച്ച ശേഷം MLA GR അനിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ജില്ലാ കളക്ടറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണവും നടക്കുകയാണ്.